ജിമ്മി ജെയിംസ്, ഇന്നലെ തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ ഉണ്ടായ തിരക്ക് അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ കോടതി വളരെ വേഗം ഇടപെടുകയും ചില ചോദ്യങ്ങൾ ദേവസ്വം ബോർഡിനോട് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഠിന വിമർശനമാണോ? കോടതി പറയേണ്ട സാഹചര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം വിഷയം. ഇന്നലെ മല കയറുന്നതിനിടയിൽ മരിച്ചുപോയ ഒരു സ്ത്രീ, കൊയിലാണ്ടി സ്വദേശി സതി, അതാണ് ഇന്ന് ശബരിമലയിലെ ആദ്യത്തെ കാഷ്വാലിറ്റി ആയിട്ട് ശബരിമലയിൽ സംഭവിച്ചത്. മല കയറുന്നതിനിടെ ഇടയ്ക്കുണ്ടായ അപകടമാണ്. ശബരിമലയിൽ അങ്ങനെ ഒരു തീർത്ഥാടകൻ മരിച്ചാൽ 30,000 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുക. അതിന് കേരളത്തിന് പുറത്തുള്ള ആളെങ്കിൽ 1 ലക്ഷം രൂപ വരെ അവരെ ബോഡി വീട്ടിലെത്തിക്കാനായിട്ടൊക്കെ കൊടുക്കും. ഈ സ്ത്രീക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഈ ബോഡി നേരെ പമ്പയിലെത്തിക്കുന്നു. പമ്പയിലെത്തിച്ച ശേഷം അവിടുന്ന് നേരെ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകാൻ പറയുന്നു. സർക്കാർ ആംബുലൻസ് തന്നെയാണ് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ പത്തനംതിട്ട ജില്ലാ സംവിധാനത്തിന് ആശുപത്രി ഉദ്യോഗസ്ഥർ കൈ മലർത്തുകയാണ്. അത് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ അറിയില്ല. അപ്പോൾ തന്നെ CPM ജില്ലാ സെക്രട്ടറി വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് ഇടപെടാമെന്ന് പറയുന്നു. കാത്തിരിക്കുന്നു. അവസാനം സ്വന്തം നിലയ്ക്ക് ആംബുലൻസും ഫ്രീസറും ഏർപ്പാടാക്കി ഈ മരിച്ച സതിയുടെ ബന്ധുക്കൾ മൃതദേഹം കൊയിലാണ്ടിലേക്ക് കൊണ്ടുപോയി. ശബരിമലയിൽ ഇന്നലെ നടന്ന സംഭവമാണ്. ഇപ്രാവശ്യമാണല്ലോ ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് വലിയ ഇൻഷുറൻസ് പദ്ധതി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയത്. എന്നിട്ട് സംഭവിച്ച കാര്യമാണ്. സ്വന്തം നിലയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആംബുലൻസിലും ഫ്രീസറും സംഘടിപ്പിച്ച് അവർ ആ ബോഡി കൊണ്ടുപോയി. ഒന്ന്. രണ്ടാമത്തെ സംഭവം, ശബരിമലയിൽ ഇന്നലെ തന്നെ ഒരു കണമലയിൽ ഒരു അപകടമുണ്ടായി. ഒരു ബസ് മറിഞ്ഞ് നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റു. പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 5 അപകടങ്ങളുണ്ടായി. ഈ കണമലയിലെ അപകടമുണ്ടായപ്പോൾ ഈ ബസ് പൊക്കിയെടുക്കാൻ ക്രെയിൻ കൊണ്ടുവരുന്നതിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടായി എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എന്താണ് കാര്യമെന്നറിയാമോ? MVD ഉദ്യോഗസ്ഥരുടെ ആ വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു സേഫ് സോൺ പദ്ധതിയുണ്ട്. എത്രയോ കാലമായി ശബരിമലയിൽ നടക്കുന്നതാണ്. ശബരിമലയിലേക്കുള്ള വഴികൾ മുഴുവൻ സുരക്ഷിതമാക്കുക, ഈ വാഹന ഗതാഗതം സുഗമമാക്കുക, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സഹായിക്കുക. ഇപ്പോൾ വണ്ടി പഞ്ചറായി അപ്പോൾ തന്നെ മെക്കാനിക്കലുമായിട്ട് അവിടെ പറന്നെത്തി ആ വണ്ടി നന്നാക്കുക. ഇങ്ങനെയുള്ള വിപുലമായ സംവിധാനമാണുള്ളത്. ഇത്തവണയും ഈ സേഫ് സോൺ പദ്ധതിക്കായിട്ട് കൺട്രോൾ റൂമുകളും തുറന്നതാണ്. കൺട്രോൾ റൂം 3 എരുമേലി, ഇലവുങ്കൽ, കുട്ടിക്കാനം, ഈ 3 175 ഉദ്യോഗസ്ഥർ, 40-ലധികം വാഹനങ്ങൾ. ഇത്രയും വലിയ സംവിധാനമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? ഒരൊറ്റ വണ്ടി ചലിക്കുന്നില്ല, ഡീസലില്ല. ഈ 40 വണ്ടികളും കട്ടപ്പുറത്താണ് ഇന്ന് വൈകുന്നേരം വരെ. ഒരൊറ്റ വാഹനത്തിന് പണം കൊടുത്തിട്ടില്ല ഡീസൽ അടിക്കാൻ. എന്തിന്? ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണം കൊടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ, അതായത് പോലീസ് മെസ്സുണ്ട് ഈ 3 സ്ഥലത്തും. ഈ പോലീസ് മെസ്സിൽ പണം അടച്ചാലേ MVD ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ 120 ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും പോസ്റ്റ് ചെയ്തെങ്കിലും അവരാരും അവിടെ പോയി ജോയിൻ ചെയ്തിട്ടില്ല. നിശ്ചലമാണ് സ്ഥിതി. ഇത് റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് ഈ പണം കൊടുക്കേണ്ടത്, അലോട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് 1,25,000 രൂപ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അലോട്ട് ചെയ്തു. കുറച്ച് പണം ഇപ്പോൾ ഇന്ന് കുറച്ചു നേരം മുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഡീസലിനുള്ള പൈസ വന്നിട്ടില്ല. ദേവസ്വം ബോർഡിന് അഭ്യർത്ഥിച്ചു തോന്നുന്നു. ദേവസ്വം ബോർഡിനോടൊക്കെ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കണേ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ശബരിമലയിലെ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ശബരിമലയിലെ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുള്ളതിൻ്റെ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ശവശരീരം വീട്ടിലെത്തിക്കുന്നത് ഇത്രയും കാലം മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്നത് അതുണ്ടായില്ല. MVD 140-175 ഉദ്യോഗസ്ഥരും 10-40 വാഹനങ്ങളുമായി ശബരിമലയുടെ ചുറ്റുവട്ടുമുള്ള വാഹന ഗതാഗതം സുഗമമാക്കേണ്ടവർക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതെ വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. ഇത് 1.5 കോടി രൂപയാണ്, 50 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് തൽക്കാലം കൊടുക്കേണ്ടത്. ഈ പണം എന്താ കൊടുക്കാത്തത്? എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ആംബുലൻസിൽ നിങ്ങൾക്ക് കൊയിലാണ്ടി വരെ എത്തിക്കാൻ പറ്റാത്തത്? അടിസ്ഥാനപരമായ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശബരിമലയിലെ സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ ആ ശവശരീരം എത്തിക്കുന്നതിൽ ഒരു ഏകോപനക്കുറവ് ഉണ്ടായി തുടക്കമല്ലേ എന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിക്കാം. പക്ഷേ MVDയുടെ സേഫ്റ്റി സോൺ പദ്ധതി എങ്ങനെയാണ് അവതാളത്തിലാകുന്നത്? 1.5 കോടി രൂപ എന്തുകൊണ്ടാണ് അലോട്ട് ചെയ്യാത്തത്? എങ്ങനെയാണ് MVD വാഹനങ്ങൾ പെട്രോൾ അടിക്കാൻ പോലും വകുപ്പില്ലാതെ കിടക്കുന്നത്? നമ്മൾ ശബരിമല എത്തിയിട്ടില്ല. ശബരിമലയുടെ പരിസരങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശബരിമലയിലേക്ക് വരാം. ശബരിമലയിൽ സാധാരണഗതിയിൽ 10,000-70,000 ആളുകൾ തുടക്ക ദിവസങ്ങളിൽ വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് ശരിയാണ്. 50,000-60,000 ഒക്കെ വരികയുള്ളൂ. ഇത്തവണ വലിയ രീതിയിൽ ആൾ വന്നു. അത് മുൻകൂട്ടി കാണാനായില്ല. ശബരിമലയിൽ അയ്യപ്പ സംഗമമൊക്കെ നടത്തി ശബരിമലയെ ലോകപ്രശസ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ശേഷം നടക്കുന്ന മണ്ഡലകാലമാണ്. എന്താ ആൾ വരില്ലെന്ന് വിചാരിച്ചോ? അതല്ലെങ്കിൽ തന്നെ സ്വർണ്ണക്കൊള്ളയും ദ്വാരപാലക ശില്പ അടിച്ചുമാറ്റലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തന്നെ വേൾഡ് വിജയിച്ചോ? അപ്പോൾ ഈ അയ്യപ്പ സംഗമം വിജയിച്ചോ? അയ്യപ്പ സംഘം പിന്നല്ല വിജയിച്ചു. ആളുകൂടി എന്താ തർക്കം? എന്താ അയ്യപ്പ സംഗമം കൊണ്ടും ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം കൊണ്ടും ലോകപ്രശസ്തമായ ശബരിമലയിലേക്ക് ആളുകൂടികൾ അത് പ്രതീക്ഷിക്കണം. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ പോട്ടെ, അതും ഒരു തൽക്കാലത്തേക്ക് ഒരു സംവിധാനം നമ്മളത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ശബരിമലയിലേക്ക് ആൾ കൂടുന്നു. ഒരു ദിവസം പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ 11 മണിയാകുമ്പോഴേക്കും ശബരിമല സന്നിധാനത്തിന് മുകളിൽ ഒരു 70,000 പേര് പൊട്ടിമുളയ്ക്കുന്നതല്ലോ.
2 ദിവസമായി ശബരിമലയിലെ ഇന്നലെ അല്ല ശബരിമലയിൽ മണ്ഡലകാല ദർശനം തുടങ്ങിയത് 16-ാം തീയതിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 19-നാണ്. 16 വൈകുന്നേരം, 17 വൈകുന്നേരം, 18 വൈകുന്നേരം, 19 വൈകുന്നേരം, 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ 16-ാം തീയതി മുതൽ ആൾ കൂടുന്നത് കണ്ടിരുന്നു. ഇന്നലെ ആകുമ്പോഴേക്കും അതിന് തലേ ദിവസം പോലും ഭക്തർക്ക് ദർശനം നടത്താതെ അവരവിടെ തിരിച്ചു പോകുന്നതും കറങ്ങി നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ ശബരിമലയിലേക്ക് കയറി വരുന്ന വാഹനങ്ങളുടെ എണ്ണം എടുത്താൽ എനിക്ക് ഓർമ്മയുണ്ട് 2 വർഷം മുമ്പ് ശബരിമലയിലേക്കുള്ള വഴികളിൽ വാഹനങ്ങൾ പല സ്ഥലത്തിട്ട് ബ്ലോക്ക് ചെയ്ത ഒരു സമയം ഓർക്കുന്നുണ്ട്. അത് ആൾ വല്ലാതെ കൂടുന്നതുകൊണ്ട് കണക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ്. ശബരിമലയിലേക്ക് എത്ര വാഹനങ്ങൾ, എത്ര ഭക്തർ, 1 മണിക്കൂറിൽ എത്ര പേർ ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാനുള്ളൊരു സംവിധാനമുണ്ട്. അതിനാണ് ഈ പിൽഗ്രിമേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് അറിയാത്തൊരു സംവിധാനമോ അത് നടത്താത്ത ഒരു സ്ഥലമോ അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരളത്തിലെ പോലീസിംഗ് സംവിധാനവും. ഇത് നേരത്തെ അറിയാമെന്നേ, പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല. 16-ാം തീയതി വൈകുന്നേരം മുതൽ ജനത്തിരക്ക് പതുക്കെ കൂടുന്നുണ്ടായിരുന്നു. 17-ാം തീയതി കൂടി തുടങ്ങി. 18 ആകുമ്പോഴേക്കും 11 മണി കഴിയുമ്പോഴേക്കും വല്ലാതെ തിരക്ക് കൂടുന്നു. നമ്മളൊരു 1 മണി കഴിയുമ്പോഴാണ് ജനം ഇങ്ങനെ ഒരു തിരമാല പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലിയുന്ന ദൃശ്യങ്ങൾ കണ്ട് ടെലിവിഷൻ സ്ക്രീനിൽ നമ്മൾ കണ്ട് PCR നമ്മൾ ഞെട്ടുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത്, എന്താണ് സ്ഥിതി എന്നുള്ളത്. ഇത് മുൻകൂട്ടി കാണാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ MVD സംവിധാനങ്ങൾ മുതൽ നിങ്ങളുടെ അടിസ്ഥാനപരമായി വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പരസ്യമായി സംബന്ധിച്ച വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. തിരക്ക് നിയന്ത്രണ വിധേയമായെന്ന് അദ്ദേഹം നിയന്ത്രണ വിധേയമല്ലായിരുന്നു, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവിടുത്തെ ശൗചാലയങ്ങൾ ശുചീകരിക്കാൻ 350 ആളുകളെ വേണം. 100 പേരെ എടുത്തുള്ളൂ. 200 പേരെ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്നലെ K. ജയകുമാർ പറഞ്ഞ ബൈറ്റ. വെള്ളം വിതരണം ചെയ്യാൻ ആളുണ്ടായിരുന്നു, അതിലും 100 പേരുടെ കുറവുണ്ട്. ദേവസ്വം ബസ് 21-ാം തീയതിയെ തുടങ്ങൂ. ഇതും ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിൽ വെച്ച് പറഞ്ഞതാ. ഇത് ഔദ്യോഗികമായി സമ്മതിച്ച കാര്യമാണെന്ന് ഓർക്കണം, അനൗദ്യോഗികമായി പറഞ്ഞ കാര്യമല്ല. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് പമ്പയിൽ നമുക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, നിലയ്ക്കൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ അറിവിലേക്കായി അറിഞ്ഞുകൂടാത്തവർക്ക് ശബരിമലയിൽ വെർച്വൽ ബുക്കിംഗ് ഉണ്ട്. വെർച്വൽ ബുക്കിങ്ങിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഡേറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ അവിടെ വരുന്നവർക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കയറിപ്പോകാമെന്നാണ് സ്പോട്ട് ബുക്കിംഗ്. ഈ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ തവണ 10,000 ആയിരുന്നു, ഇത്തവണ 20,000 ആക്കി. ജനം ആർത്തിലച്ച് വരുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് നടക്കുന്ന സ്ഥലം പമ്പയാണ്. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് നടക്കുന്നതോടുകൂടി വന്ന ആളുകളെല്ലാം കൂടി അവിടെ ഇറയ്ക്കുന്നു. പമ്പയിൽ ആളുകളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് പമ്പയിൽ ആളുകളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആളുകൾ സ്വന്തം നിലയ്ക്ക് നടക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് 5000, 6000, 7000 ആൾ വന്നാൽ അവരെ തടയാനൊന്നും പറ്റില്ല. അവർ കയറി തുടങ്ങി. അവർ കയറി മരക്കൂട്ടത്തിനവിടെയൊക്കെ വലിയ തിരക്കായിരുന്നു. അവിടെ നിന്ന് മുകളിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ശബരിമലയിലെ വേറൊരു പാരലൽ വഴിയുണ്ട്. പലരും പല വഴികളിലൂടെ ശബരിമലയിലെ 18-ാം പടിയുടെ താഴെ എത്തി. അപ്പോഴാണ് ഇത്രയും വലിയ തിരക്കുണ്ടായത്. പമ്പയിൽ നിങ്ങൾ സ്പോട്ട് ബുക്കിംഗ് നടത്തിയതാണ് അബദ്ധം. നിലയ്ക്കലിൽ പോലും പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ പമ്പയിൽ നിന്ന് കുറേ ദൂരെയാണ് നിലയ്ക്കൽ. നിലയ്ക്കലിലേക്ക് കയറുന്നതിന് മുമ്പ് പലപ്പോഴും തടയാറുണ്ട്, നിലയ്ക്കലിലെങ്കിലും തടയാറുണ്ട്. ഇത്തവണ നിലയ്ക്കലിന് മുമ്പ് തടഞ്ഞില്ല, നിലയ്ക്കലിൽ തടഞ്ഞില്ല, പമ്പയിലെത്തുമ്പോഴേക്കും തടയാനുള്ള എല്ലാ സാഹചര്യവും കഴിഞ്ഞു പോയിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തിരക്ക് പെട്ടെന്നുണ്ടായാൽ അത് നിയന്ത്രിക്കുന്ന കാര്യം വലിയ പാടാണ്. പക്ഷേ 16-ാം തീയതി വൈകുന്നേരം മുതൽ 17-ാം തീയതി മുതൽ ഇതിൻ്റെ എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. ആ സൂചന ഉണ്ടായിട്ടും ഈ കാര്യങ്ങൾ നേരാവണ്ണം നടപ്പിലാക്കാനായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ മണ്ഡലകാലത്ത് K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുമ്പോൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഇമേജാണ്. ആ ഇമേജ് കൊണ്ട് സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ പാപഭാരങ്ങളും എന്താ പറയുക ഒഴുകിപ്പോകട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് K. ജയകുമാറിനെ വെച്ചത്. ഇപ്പോൾ പറയുന്നത് എന്താ? K. ജയകുമാറിന് അനുഭവ പരിചയക്കുറവുണ്ടെന്നാണ്. അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യൻ, അദ്ദേഹം വന്നതല്ലേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ ശരിയാക്കി. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ശരിയാവുക? ഇത് ദേവസ്വം ബോർഡല്ല, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെങ്കിലും തുടർച്ചയാണല്ലോ. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉത്തരവ് ഒപ്പിടുന്ന ആളാണ്, നടത്തുന്നത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംവിധാനമാണ്, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കുഴപ്പങ്ങളും ചെയ്യുന്നതാണല്ലോ. ഈ ഉദ്യോഗസ്ഥർ അവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അതോ ഈ പഴയ ദേവസ്വം ബോർഡ് ഇറങ്ങിപ്പോകുമ്പോൾ എന്നാൽ പിന്നെ ഇത് കുളമാവട്ടെ, ഞങ്ങളെ വീണ്ടും വെച്ചില്ലല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾ അനുഭവിച്ചോ എന്ന് വിചാരിച്ച് വെച്ചിട്ട് പോയോ? അറിയില്ല. പക്ഷേ സർക്കാർ ഒരു തുടർച്ചയാണെന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ സംവിധാനവും ശബരിമലയിൽ സംവിധാനവും ഒരു തുടർച്ചയാണ്. അങ്ങനെ ഒരു തുടർച്ചയാണെങ്കിൽ എങ്ങനെയാണ് ഒരു 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയും കോടതിയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യുക? ഇനി കോടതിയുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോടതിക്ക് ഈ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ തരിക, അത് യെസ് സാർ എന്ന് പറഞ്ഞ് കേട്ടിട്ട് തിരിച്ചു പോരുകയാണ്. അതിനുണ്ടായിരിക്കുന്ന ഒരു അപകടം, ഇപ്പോൾ തന്നെ അടുത്ത മാസം 8-ാം തീയതി വരെ വെർച്വൽ ക്യൂവിലെ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു, ഇനിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആളുകൾക്ക് വരണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗേ ഉള്ളൂ. അപ്പോൾ കോടതി പറഞ്ഞത് 20,000 സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി കുറയ്ക്കണമെന്നാണ്. നിങ്ങൾ എവിടെ തടയുമെന്നാണ്? ഇത് തടയാൻ പറ്റില്ല. ഇത് ആളുകളെ പുറപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും? ആളുകളൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ കോടതിയോട് ഈ കാര്യങ്ങൾ ഈ
ക്രൗഡ് മാനേജ്മെൻ്റ് ഒന്നും കോടതിക്ക് അറിയില്ലോ. കോടതി വളരെ ക്ലിനിക്കലായിട്ട് പറഞ്ഞു. ആൾ കൂടി ഭയങ്കര തിരക്കായി. അപ്പോൾ കോടതി 2 കാര്യങ്ങൾ പറഞ്ഞു. 80 പേരെ 1 മിനിറ്റിൽ കയറ്റുന്നതിന് പകരം 50 പേരെ കയറ്റിയാൽ പോരെ. പറ്റില്ല. 50 പേരെ കയറ്റിയാൽ കൂടുതൽ കുഴപ്പമാവും. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുന്ന 5,000 ആക്കി കുറച്ചാൽ തിരക്ക് കുറയില്ലേ? പറ്റില്ല. അത് ക്ലിനിക്കൽ കണക്ക്, അത് മാത്തമാറ്റിക്കൽ കണക്കൂട്ടലാണ്. അങ്ങനല്ല. പ്രായോഗികമായി വേണ്ടത് ആളുകൾ വരട്ടെ, അത് പല സ്ഥലത്ത് വെച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ കോടതി ഉത്തരവ് അനുസരിക്കാൻ പോയാലുള്ള പ്രശ്നം ഇനി ഇത് കൂടുതൽ കുഴപ്പമാവുകയുള്ളൂ. ആൾ പിന്നെയും തിക്കിക്കൂടേണ്ടി വരും. ഇതൊരു പാഠമായിരിക്കും. അനുസരിക്കേണ്ട എന്നുള്ളതല്ല, അവിടെ തന്നെ പറയണം ഇത് പറ്റില്ല. അതാ പറഞ്ഞത്, കോടതിയോട് പറയണം. യെസ് പറഞ്ഞിട്ട് പോരുന്നതല്ലേ? യെസ് സാറിന് പറഞ്ഞിട്ട് പോരുന്നതിലാണ് പ്രശ്നം. ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞെങ്കിൽ തിരുത്തുകയാണ്. അവിടെ വെച്ചത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടതിന് പകരം അത് പറഞ്ഞത് ഇനി ഇത് കൂടുതൽ കുളവാക്കാൻ മറ്റന്നാളാണ് വിശദമായ മറുപടി നൽകേണ്ടത്. വിശദമായ അല്ല, നാളെ മുതൽ ഇത് നടപ്പിലാകാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഒരു പക്ഷേ നമുക്ക് ഒരു അയ്യപ്പൻ തന്ന ഒരു മുന്നറിയിപ്പായിരിക്കും. നോക്കൂ, ഇത്രയും കുളമായി കാര്യങ്ങൾ പോകാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസമുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ല, ഞാൻ വിശ്വാസമുള്ളവർക്കെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഇതൊരു സൂചനയാണ്. ഈ സൂചനയിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് മുൻ വർഷങ്ങളിൽ നടന്നതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കാര്യങ്ങൾ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വളരെ മോശം ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് വളരെ മോശം പ്ലാനിങ്ങിൻ്റെതാണ്. ഈ മുന്നൊരുക്കങ്ങൾ കോടതി ചോദിച്ചത് 6 മാസം കൊണ്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തു. അങ്ങനെ ഞാൻ കരുതുന്നില്ല. മുന്നൊരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് ഒരു പ്രധാനപ്പെട്ട ആണി ഇളകിപ്പോയിട്ടുണ്ട്. അത് ഇളക്കിയതാണോ, എന്നാൽ പിന്നെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചതാണോ എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു കാര്യമായ ഒരു കുഴപ്പം ഉണ്ടാവട്ടെ എന്ന് ആരോ വിചാരിച്ചിട്ടുണ്ടാകണം. അങ്ങനെയേ ഇത്രയും കുളമാകാനുള്ള സാധ്യതയുള്ളൂ. ശരി, കഠിന വിമർശനം എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. കഠിന വിമർശനം തന്നെ. Meet the editors.